ലോകത്ത് തന്നെ ആദ്യ മലയാളി പോഡ്കാസ്റ്റർ ആണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾ കേട്ടോ. യെസ്, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് ഒരു ചലഞ്ച് വെച്ചുകൊണ്ട് ഒരു പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടില്ല. ആദ്യ മലയാളി, ആദ്യ ഇന്ത്യൻ, ആദ്യ വേൾഡിലും ഞാൻ ഇതുവരെ തപ്പിയിട്ട് എനിക്ക് വേറെ ആരെയും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. എന്തായാലും ആസ് എ പോഡ്കാസ്റ്റർ ഒരു പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ ചലഞ്ച് വെച്ചുകൊണ്ട് ചെയ്യുന്ന ആദ്യത്തെ ആൾ ഞാനാണെന്നാണ് എൻ്റെ അറിവ് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരുപാട് അഭിമാനവും അഹങ്കാരവും സന്തോഷവും എല്ലാം കൂടെ നിറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഇതായിരുന്നു എൻ്റെ പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോയുടെ സ്പേസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ ആയിട്ട് ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഇത് എൻ്റെ വീട്ടിലുള്ള സ്ഥലമാണ്. സോ അവിടെ നിന്ന് കുറേ കാലമായിട്ട് എനിക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ സെറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഒരു RJ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഓൾറെഡി ഞാനായി. അത് കഴിഞ്ഞിട്ട് എൻ്റേതല്ലാത്ത കാരണങ്ങളാൽ എനിക്ക് ഇറങ്ങേണ്ട വന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് തിരിച്ചു കയറാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, സംടൈംസ് നമ്മൾ വിചാരിക്കുന്നിടത്ത് തന്നെ എത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ എന്തിനാണ് മാറ്റിവെക്കേണ്ടത്? അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ മാറ്റിവെക്കൽ മാത്രമേ പരിപാടിയായിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും അവസാനം ഒരു 2 years ആയി ടെക്നിക്കലി സ്പീക്കിംഗ് ഒരു സീരിയസ് കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ട്. സോ ഇപ്പോൾ എന്തായാലും ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യാം. പെട്ടെന്നൊരു ദിവസം ഒക്ടോബർ 19 ഞാൻ തീരുമാനിക്കുകയാണ്, ഇനി അങ്ങോട്ടൊരു ചലഞ്ച് വെച്ച് അന്ന് ചലഞ്ച് വെച്ച് ഞാൻ തുടങ്ങുകയാണ്. 30 ദിവസം കഴിയുമ്പോൾ ഒരു പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നുള്ളത്. ഇന്ന് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സന്തോഷവും അഹങ്കാരവും എന്താ പറയണമെന്ന് എനിക്കറിയില്ല. അത്രയും ഇമോഷനിലൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനൊരു പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ സെറ്റ് ചെയ്തു. സോ അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ തുടക്കം ഇവിടുന്ന് തന്നെ ആവണം എന്ന് എനിക്കുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം. അപ്പോൾ ഇവിടുന്ന് മാറുന്നത് നിങ്ങൾ കാണണമല്ലോ. എൻ്റെ ഓരോ സ്റ്റെപ്പും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഫൈനൽ ഔട്ട് കണ്ടിട്ടുണ്ടാവില്ല. സോ ബേസിക്കലി ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ ടൂറും ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ കുറച്ച് ടിപ്പ് ഞാൻ പോഡ്കാസ്റ്റിനെ കുറിച്ചും പോഡ്കാസ്റ്റിൽ എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും കൂടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ദിസ് ഇസ് RJ ആൻഡപ്പൻ ആൻഡ് വെൽക്കം ടു ആൻഡപ്പൻ ടോക്കീസ് പോഡ്കാസ്റ്റ്. മിന്നിയതെല്ലാം നൂറഴകോടെ വീണ്ടും വിരിയാം വൻ വിജയങ്ങൾ നിൻ വഴി നീളെ വന്നെതിരേൽക്കും കാലം വരവായി. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ ടൂർ മാത്രമല്ല, എന്താണ് പോഡ്കാസ്റ്റ് എന്നും കൂടെ ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് പേര് ചോദിച്ച വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്താണ് ചേട്ടാ ഈ പോഡ്കാസ്റ്റ്, എന്താണ് പോഡ്കാസ്റ്റ് ആൻഡപ്പ ബിബി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൽ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് മനസ്സിലാകാൻ പറ്റുന്ന ഒരു ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, റേഡിയോ എന്ന് പറയുന്നത് ഒരു മേഖലയാണ് അല്ലെ. അതായത് ശബ്ദത്തിന്റെ ഒരു സ്ഥലമല്ലേ അത്. അതിന്റെ ലൈവ് അല്ലാത്ത വേർഷനാണ് പോഡ്കാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. റേഡിയോയിലുള്ള എല്ലാ പരിപാടീസും ഉണ്ട്. അഡ്വർടൈസിങ് ഇതിനകത്തുണ്ട്, പുസ്തകങ്ങൾ, കഥകൾ, സംസാരങ്ങൾ, ഇന്റർവ്യൂസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പോഡ്കാസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോഡ്കാസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നുകൊണ്ടും ആർക്കും ഈസി ആയിട്ട് കിട്ടും എന്നുള്ളതാണ് പോഡ്കാസ്റ്റിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ റേഡിയോയിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു റീജിയൻ ടൈപ്പിലൊക്കെ ആയിരിക്കും ഇതിന്റെ കാര്യങ്ങൾ പോകുക, റീജിയണൽ ടൈപ്പിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ പോവുക. അപ്പൊ ഈ പ്രാദേശികമായിട്ട് ഈ കാര്യങ്ങൾ പോകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ
ഡൽഹിയിൽ ഇരുന്നുകൊണ്ടോ UK ഇരുന്നുകൊണ്ടോ ചിലപ്പോൾ എൻ്റെ ഷോ കേൾക്കാൻ പറ്റില്ല. എന്നാൽ പോഡ്കാസ്റ്റിന് അങ്ങനത്തെ ഒരു ബാരിയറും ഇല്ല എന്നുള്ളതാണ്. സമയമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി 12 മണിക്ക് വേണമെന്നുണ്ടെങ്കിലും എൻ്റെ ഷോ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പം അങ്ങനെ അതാണ് ഈസി ആയിട്ട് പോഡ്കാസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ടുള്ളത്. പിന്നെ ഇത് ന്യൂ മീഡിയയുടെ കാലഘട്ടമാണ്. ന്യൂ മീഡിയയുടെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മീഡിയയിൽ തന്നെ ചില കാര്യങ്ങൾക്കൊന്നും റൂൾസ് ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോഡ്കാസ്റ്റിനാണെങ്കിലും ഓഡിയോ മാത്രമല്ല, നമ്മുടെ സ്പോട്ടിഫൈ പോലും ഇപ്പൊ പുതുതായിട്ട് അത് ക്രിയേറ്റേഴ്സ് എന്നുള്ള പേരിലേക്ക് മാറ്റി, അതായത് സ്പോട്ടിഫൈ ഫോർ ക്രിയേറ്റേഴ്സ് എന്നുള്ള പേരിലേക്ക് മാറ്റി വീഡിയോസും കൂടെ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. സോ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഓഡിയോ മാത്രമല്ല, അത് വീഡിയോയും കൂടെ ആണെന്നുള്ളതാണ് കേട്ടോ. ഒരുവിധം നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ സ്റ്റുഡിയോയുടെ അകത്തിരുന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ വളരെ ഒഫീഷ്യൽ ആയിട്ട് വെൽക്കം ടു ആൻഡ്രപ്പൻ ടോക്കീസ് പോഡ്കാസ്റ്റ്. യെസ്, ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 30 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ചാലഞ്ച് തുടങ്ങുമ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇത് എങ്ങനെയാവും എന്നുള്ളതിനെ കുറിച്ചൊന്നുമുള്ള ഒരു ധാരണയില്ലാതെയാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പലതും തുടങ്ങണം, പലതും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള സാധാരണ ആൾക്കാരെ പോലെ തന്നെയുള്ള ഒരു ആളാണ് ഞാനും. ആ ഒരു ചിന്ത വെച്ചിട്ട് തുടങ്ങുംലേ എന്നൊക്കെ പറഞ്ഞിരുന്നതാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് 19-ാം തീയതി എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നു. ഞാൻ തുടങ്ങി, വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്തു, ഞാൻ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്നത്. കാരണം ഈ 30 ദിവസം കൊണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്പേസും എക്യുപ്മെന്റ്സും ബാക്കി സാധനങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ 30 ദിവസമൊന്നും വേണ്ട കേട്ടോ. പക്ഷെ എനിക്ക് നിലവിൽ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ ചെയ്യാനുള്ള സ്പേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അപ്പൊ എനിക്കിപ്പോ എല്ലാം സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആകെ ഉള്ളത് ചാനലും ക്യാമറയും കുറച്ച് മൈക്കും കാര്യങ്ങളും മാത്രമായിരുന്നു. അപ്പോ 19 തുടങ്ങിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിലോ ട്രിവാൻഡ്രത്തോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഒരു സ്പേസ് കിട്ടുക എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദന. ഒരുപാട് സമയം പോയതും ആക്ച്വലി അതിലാണ്. ഇതിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ആക്ച്വലി വീഡിയോസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് എൻ്റെ ചിപ്പിയാണ്. കാര്യം അവളാണ് ഇതിന്റെ ബാക്കി പരിപാടീസ്. കാര്യം എനിക്കറിയാം അവൾക്ക് അത്യാവശ്യം കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവള് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവളെ വിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവസാനം ഇതിന്റെ ഒരു വൃത്തി ഉണ്ടാവണം. എനിക്ക് അത് മാത്രമേ എനിക്ക് ആകെ ഉള്ള ഒരു കാര്യം. കാശ് ഇറക്കുന്നുണ്ട്, ഉണ്ടായിട്ടല്ല. അപ്പൊ എന്തായാലും അതൊക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും തുടങ്ങി എല്ലാ കാര്യങ്ങളും അവള് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയും. പക്ഷെ എന്നാലും ഇതിന്റെ ഈ സ്ഥലത്തിന്റെ ഈ പോഡ്കാസ്റ്റിന്റെ ഓരോ സാധനങ്ങളിലും എന്റെയും അവളുടെയും നല്ല ഹാർഡ് വർക്കിൻ്റെതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടെന്നുള്ളത് നല്ല ധൈര്യത്തിൽ പറയാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പണി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു ലേബറിനെ വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആവശ്യങ്ങൾ. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ മനുഷ്യന്മാരാണല്ലോ, എല്ലാം അറിയുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾക്ക് നമുക്ക് സഹായം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെയുള്ള ഓൾമോസ്റ്റ് ഒരു 80-85% ഇവിടുത്തെ സംഭവങ്ങളും ചെയ്തിട്ടുള്ളത് നമ്മൾ തന്നെയാണ്. അതിന്റെ ക്ഷീണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30-ാം ദിവസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. പക്ഷെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ആ കഥകളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഈ ഇതിന്റെ ഒരു ഇന്റീരിയറിന്റെ സാധനം ചിപ്പി പറയുന്നതായിരിക്കും. അവള് പറയുമ്പോൾ കുറച്ചും കൂടെ കാര്യം അവളാണ് അതിനെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് അവളിൽ നിന്ന് ഒന്ന് കേട്ടോക്കാം. ഒരു ദിവസം രാത്രി എന്നോട് ബിബി പെട്ടെന്നൊന്ന് ചോദിക്കുകയാണ്, നമുക്ക് 30 ദിവസം കൊണ്ട് ഒരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു പിന്നെ സെറ്റ് ചെയ്യാം, സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ തന്നെ സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ എൻ്റെ മുറി എടുത്തു ഇത് സെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡയലോഗൊക്കെ അടിച്ചു. ബിക്കോസ് ഇവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്ലാൻസ് പറഞ്ഞ് വരാറുണ്ടെന്നുണ്ടെങ്കിലും ഞാനതങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നതായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തൊന്നും കണ്ടിട്ടില്ല. ബിക്കോസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു സംഭവം ഇങ്ങനെ നിൽക്കുന്നു. ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് വി ഡു സംതിങ്. പക്ഷെ അത് എങ്ങനെ പോസിബിൾ ആവും, എങ്ങനെ അത് റിയാലിറ്റിയിലേക്ക് വരും എന്നുള്ളതൊക്കെ ഞങ്ങളുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയായിരുന്നു. അങ്ങനെയാണ് അവസാനം ഈ ഒരു സംഭവം സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. എന്ന് ചാലഞ്ച് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു, അന്ന് തന്നെ അവൻ വീഡിയോസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാണ് 30 ദിവസം കൊണ്ട് ഞാൻ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ സെറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ പിന്നെ നാട്ടുകാരോടെല്ലാം പറഞ്ഞും പോയി സംഭവം നമുക്ക് ടെൻഷനായി തുടങ്ങി. എനിക്ക് അങ്ങനെ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസത്തിനടുത്താണെന്നാണ് എൻ്റെ വിശ്വാസം സ്ഥലം നമുക്ക് ഓക്കെ ആയി കിട്ടുന്നത്. പലയിടത്ത് നോക്കി, ട്രിവാൻഡ്രം സിറ്റിയുടെ പല സൈഡിൽ പോയി നോക്കി അവസാനം ആക്ച്വലി നമ്മുടെ വീട്ടിൽ നിന്ന്
വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ദൂരത്ത് തന്നെ, ഒരു 2 to 3 കിലോമീറ്റേഴ്സിനകത്ത് തന്നെ നമുക്കൊരു സ്പേസ് കിട്ടി. അടുത്ത ദിവസം തന്നെ നമ്മൾ അഡ്വാൻസ് കൊടുത്തു, കാര്യങ്ങളെല്ലാം റെൻ്റെല്ലാം സെറ്റ് ചെയ്ത് അങ്ങോട്ട് കയറാനായിട്ട് തുടങ്ങി. ആൻഡ് ഫുൾ ഇൻറ്റീരിയർ നമ്മൾ റീഡിസൈൻ ചെയ്തു. ആ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വല്ലാത്തൊരു സംഭവമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ആണ് അവൻ എനിക്ക് ലൈക്ക് ടോട്ടലി വിട്ട് തന്നത്. യു ക്യാൻ ഡു വാട്ട് എവർ യു വോണ്ട് ഇൻസൈഡ് ദ സ്പേസ്, പക്ഷെ വൃത്തിയാക്കി തരണം എന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെ മാക്സിമം ചെയ്തായിരുന്നു, ഫ്രം സ്ക്രാച്ച്. ശരിക്കും പറഞ്ഞാൽ ഈ പെയിൻറ് വരെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതാണ്, ഞാൻ സ്വന്തമായി ചെയ്തതാണ്, എൻ്റെ കൈകൊണ്ട് ചെയ്ത പെയിൻറ്റിങ് ആണിത്. ആൻഡ് ഓരോ സാധനത്തിലും നമ്മുടെ ഒരു ടച്ച് ഉണ്ട്, നമ്മുടെ വേർപ്പ് തുള്ളികൾ അതിൻ്റെ അകത്തുണ്ടെന്ന് വേണമെങ്കിൽ തന്നെ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അങ്ങനെ എഫേർട്ട് എടുത്താണ് ഓരോന്നും സെറ്റ് ചെയ്തേക്കുന്നത്. ഇൻറ്റീരിയറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വ്ളോഗ് എൻ്റെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ, അതെല്ലാവരും പോയി കാണണം. ആൻഡ് അങ്ങനെയാണ് ഇങ്ങനെ അവസാനം സെറ്റായി വന്നത്. ഇന്ന് 29 days ആയപ്പോഴത്തേക്ക് നമ്മൾ 30 days ചലഞ്ച് എന്നുള്ള, ശരിക്കും പറഞ്ഞാൽ 28th day തന്നെ നമ്മൾ ചലഞ്ച് സംഭവം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 29th day ഇപ്പം വീഡിയോ എടുക്കുന്നു. നാളെ 30th day നിങ്ങളിത് കാണുന്നുണ്ടാവും. യെസ്. അപ്പോൾ അതിൽ വേറൊരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു 10-20 ദിവസം ഈ ചലഞ്ചുമായിട്ട് മുന്നോട്ട് പൊക്കോണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വിനായക് കൊച്ചിയിൽ നിന്ന് എനിക്ക് കൊച്ചിയിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കുന്നത്, ആളിക ഇത് ആക്ച്വലി ആരും ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണ്, കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനും എടുത്ത് നോക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഇപ്പോൾ തപ്പൽ പരിപാടി ഗൂഗിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൂഗിളിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ChatGPT ആൾക്കാരാണല്ലോ. അപ്പൊ തന്നെ ഞാൻ ChatGPT കയറി കാര്യങ്ങളൊക്കെ നോക്കി. അപ്പൊ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ പോഡ്കാസ്റ്റിംഗ് മേഖലയിൽ ഇതുവരേക്കും ഒരു പോഡ്കാസ്റ്റർ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യാൻ വേണ്ടി ചലഞ്ച് വെച്ച് ചെയ്തിട്ടില്ല. ഒരുപാട് പേര് സ്റ്റുഡിയോസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാലോ, പൈസയും കാര്യങ്ങളും ഉണ്ട്, നമുക്ക് ലേബറും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ എത്ര ക്വാളിറ്റി ഉള്ള സാധനമാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, പൈസ ഉണ്ടെങ്കിൽ ആ രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് കുറയും. പക്ഷെ എന്നാൽ പോലും ഇപ്പൊ ഞങ്ങള് പല കാര്യത്തിലും പിടിച്ചു വെച്ചാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും ചെയ്തത്. പക്ഷെ എന്നാലും നമ്മൾ ഒന്നിനും കോംപ്രമൈസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറെ ലക്ഷങ്ങൾ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും പറയാൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മുമ്പിൽ ഒരു സാധനത്തിനെയും നമ്മളെ തടയാനായിട്ട് പറ്റില്ല എന്നുള്ളത് ഞാൻ ഈ കഴിഞ്ഞ 30 ദിവസത്തെ ചാലഞ്ച് കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു, ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് പ്രൊഡക്ഷൻ ഹബ്ബ് തന്നിട്ടുള്ള ടീഷർട്ടാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങോട്ട് വിളിച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട വേറൊരാളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലിയെ ഞാൻ എടുത്ത് പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഇറ്റ്സ് മൈ ഫാമിലി. ആൻഡ് അവളുടെ ഫാമിലിയും എന്റെ ഫാമിലിയും രണ്ടും ഒരു ഫാമിലി തന്നെയാണ്. എന്നാലും എല്ലായിടത്തുനിന്നും അതിപ്പോ മെന്റലി ആണെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഒരുപാട് ഫ്രണ്ട്സ് വിളിച്ച് ഒത്തിരി മോട്ടിവേഷൻ ഡയലോഗ്സ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. ഇവിടെ ലുലുവില്, നമ്മുടെ ട്രിവാൻഡ്രം ലുലുവിലുള്ള കണക്റ്റിലുള്ള അനീഷേട്ടനാണെന്നുണ്ടെങ്കിലും ഒരുപാട് സഹായിച്ചു. അതുപോലെ ഇനി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ, പേരെടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ പല കാര്യങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും അവർ നമ്മുടെ കഥയും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞും കേട്ടും ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ റേറ്റ് കുറച്ചും നല്ല പ്രൈസിനും ഒക്കെ തന്ന്, അങ്ങനെ ഒരുപാട് സഹായങ്ങളിലൂടെ തന്നെയാണ് ഈ സംഭവം ചെയ്തത്. പക്ഷെ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ RJ തിരിച്ചു വരാൻ നോക്കിയപ്പോ, നിന്നെ ഇനി RJ ആക്കില്ല എന്ന് പറഞ്ഞവരുടെ അടുത്ത്, RJ ആക്കിയില്ലെങ്കിൽ എന്താ, 2018 പോഡ്കാസ്റ്ററായിട്ട് വന്നവനാണ് ഞാൻ. അതാണ് എന്റെ തുടക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ ഒരുത്തവനും എന്തും ആക്കിയില്ലെങ്കിലും ഞാനൊരു പോഡ്കാസ്റ്ററാണ്. അതിനി മരണം വരേക്കും ഞാനൊരു പോഡ്കാസ്റ്റർ തന്നെയാണ്. സോ അതിൽ നിന്ന് എന്നെ ആർക്കും എടുത്ത് ചവിട്ടി പുറത്താക്കാനൊന്നും പറ്റില്ല. അതിലൊരു അപ്ഡേഷനും കുറച്ചും കൂടെ ഒരു ഡെവലപ്മെന്റും വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് മാറിയത്. അപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റേ ചുമ്മാ അതൊന്നും അല്ല കേട്ടോ പറയണം. നമ്മുടെ ഈ ഇത് പറയല്ലോ, ഇൻസൾട്ടാണ് മുരളി നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ റിജക്ഷൻസും ബാക്കി കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യത്തിലേക്ക് മാറാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഈ എന്റെ ഏറ്റവും ലാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂ, ഫൈനൽ റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇതിനോട് ഒട്ടും താല്പര്യമില്ല, ഞാൻ പല സ്ഥലത്തും മാറി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണെന്ന്. എനിക്കത് ഭയങ്കര ഹേർട്ടായി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അതിനുവേണ്ടി മാത്രം രണ്ട് വർഷമായിട്ട് എനിക്ക് വേറെ ജോലികളും ബാക്കി കാര്യങ്ങളിലും ഒക്കെ പോവാതെ ഞാൻ ഇപ്പോഴും ആ ജോലി തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് നിന്നുകൊണ്ടിരുന്നപ്പോ എന്റെ അടുത്ത് അവിടുത്തെ ഒരാൾ പറയാണ്, എനിക്ക് അതിനോടൊരു കമ്മിറ്റ്മെന്റ് ഉള്ള സാധനമില്ല. എന്തറിഞ്ഞിട്ടായിരിക്കും എന്റെ ലൈഫിനെ പറ്റിയിട്ട്? അതെന്നെ
അവരവരുടെ സൈഡിൽ നിന്ന് അവർക്ക് തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായം പറയാം, അവരെ കുറ്റം പറയാനൊന്നുമില്ല. പക്ഷെ എന്നാലും അത് എന്നെ നല്ല രീതിയിൽ ഹേർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് തുടങ്ങിയതാണ് ഞാൻ എങ്ങനെ ഇതിലേക്ക് മാറി എങ്ങനെ സെറ്റപ്പ് ആക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ്. സോ റേഡിയോയെ കുറിച്ച് ഞാൻ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ബി ഓണസ്റ്റ്, റേഡിയോ ഇപ്പോൾ എവിടേക്കോ ചത്തുകൊണ്ടിരിക്കുന്ന ഒരു മീഡിയ ആണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ലിസണേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് പെർഫോം ചെയ്യുന്നതിനാണെങ്കിലും ഒക്കെ ഒരു ലിമിറ്റേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സോ പിന്നെയും ഞാൻ അതിനകത്തേക്ക് പോയി കയറുക എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നി. പോഡ്കാസ്റ്റിംഗ് എന്നും ഇപ്പോഴും അത്യാവശ്യം ലൈവായി പൊക്കോണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ശരിയാണ്, കേരളത്തിൽ ഇതിനെ അങ്ങനെ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തുള്ളവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹിന്ദി, തമിഴൊക്കെയാണ് സത്യത്തിൽ പോഡ്കാസ്റ്റിങ്ങിന്റെ എന്താ പറയാ നല്ല വേരോട്ടമുള്ള മണ്ണെന്ന് പറയുന്നത്. മലയാളത്തിൽ ആരെങ്കിലും ഒക്കെ വേണ്ടേ? ശരിക്കും കാർത്തിക് സൂര്യൻ ബാക്കി ആൾക്കാരും ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അതിനെ ആ ഒരു ഇതോടെ കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സോ അതിനുവേണ്ടി അല്ലെങ്കിൽ ഇനി ആ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ഒന്നാവണം, ആയി കാണിക്കണം എന്നുള്ള വാശിയോടുകൂടി തന്നെയാണ് ഈ പോഡ്കാസ്റ്റിന്റെ ചലഞ്ച് തുടങ്ങിയത്. എന്തായാലും അതില് സക്സസ് ആവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഒത്തിരി സന്തോഷം സഹായിച്ചവർക്കും ഇപ്പോഴും എന്നെ കണ്ടുകൊണ്ട് എന്നോട് ദേഷ്യം കീപ്പ് ചെയ്യുന്നവരോടാണെന്നുണ്ടെങ്കിലും ഇനിയും കീപ്പ് ചെയ്യുക. മാക്സിമം ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ സ്പ്രെഡ് ചെയ്യുക. അതൊന്നും എന്നെ എവിടെയും നിർത്താൻ പോകില്ല. നിങ്ങളുടെ വായിക്ക് എന്താ പറയാ ക്ഷീണം വരുന്നവരേക്കും നിങ്ങൾ സംസാരിച്ചോ. എന്നെ ഈ കാര്യങ്ങളിൽ നിന്നും എന്റെ ആഗ്രഹങ്ങളിൽ നിന്നും ഒന്നും നിർത്താനുള്ള കേപ്പബിലിറ്റി ഒന്നും അതിനുണ്ടാവില്ല. സോ ഐ ബി ഫൈറ്റിംഗ്, ഐ ബി ഡൂയിങ് മൈ തിങ്സ്. ഇനിയും ഒരുപാട് ചലഞ്ചുകളിലൂടെയും അതുപോലെ പോഡ്കാസ്റ്റിംഗിന്റെ ഒരുപാട് നല്ല സംഭവങ്ങളിലൂടെയും നിങ്ങളിലേക്ക് എത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അപ്പൊ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ എന്നെ കേൾക്കുന്നത് സ്പോട്ടിഫൈയിലായിരിക്കാം. സ്പോട്ടിഫൈയിലൂടെ കേൾക്കുകയും കാണുകയും ചെയ്യാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഫോളോ ചെയ്യാം. ഇനി യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ അത് ചെയ്ത് എന്നെയും എന്റെ ഈ ചാനലിനെയും സപ്പോർട്ട് ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. ചിൽ കുപ്പിച്ചിൽ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളായി മാത്രം ഇരിക്കാൻ സമ്മതിക്കരുത്. കാരണം അത് ആഗ്രഹമായിട്ട് എപ്പോഴും അവിടെ ഇരിക്കും. അത് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പും രണ്ടാമത്തെ സ്റ്റെപ്പും മൂന്നാമത്തെ സ്റ്റെപ്പും നമ്മൾ എടുക്കണം. അത് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സൈനിങ് ഓഫ്. മറനാടുമുള്ളേ മുറിപ്പാടുകളെ കടപ്പാടുകളെ മനക്കോട്ടകളെ തന്തോയത്തോടെ